സ്വാമിയേ ശബരിമല ധർമ്മശാസ്താവേ. മകരവിളക്കിനായുള്ള കാത്തിരിപ്പിലാണ് ഭക്തരെല്ലാവരും തന്നെ. ഇപ്പോൾ നമുക്കൊപ്പം ആലങ്കാട് സംഘം ചേരുകയാണ്. അവരുടെ മകരവിളക്ക് ഓർമ്മകളെല്ലാം തന്നെ അവർ മാതൃഭൂമി ന്യൂസിനൊപ്പം പങ്കുവയ്ക്കുകയാണ്. അച്ഛൻ അമ്മാവന്മാരായിട്ടുള്ള വളരെ പ്രായമുള്ളവരുടെ കൂടെ വരുമ്പോൾ ഈ നിവേദ്യാദികൾ, അതായത് വെള്ള നിവേദ്യം അവിടെ നേരിട്ട് ഭഗവാന്റെ മുമ്പിൽ വെച്ച് നേദിച്ചാണ് ഞങ്ങൾക്ക് വരുന്നത്. അതുപോലെ തന്നെ പായസ നിവേദ്യാദികൾ അത് വളരെ രസകരമായിരുന്നു ആ ചെറുപ്പത്തിൽ അത് ലഭിക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മളെ നടക്കി നിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കിട്ടാത്ത ഒരു അവസരം എന്ന് വെച്ചാൽ ഞങ്ങളുടെ യോഗക്കാർക്ക് അതിന് മുമ്പിൽ നിർത്തിക്കൊണ്ട് തന്നെ അഭിഷേകം ചെയ്ത് ആ നെയ്യ് നമ്മുടെ കയ്യിലേക്ക് തരികയാണ് തന്ത്രി, അതേപോലെ തന്നെ മേൽശാന്തി ഉൾപ്പെടെ. അതൊരു ആനന്ദകരമായ ഒരു മുഹൂർത്തമാണ്. മകരവിളക്കുമായിട്ട് ബന്ധപ്പെട്ട് ഈ തവണ നടക്കുന്നത് നമ്മുടെ മകരം 1-ാം തീയതിയാണ് മകരവിളക്ക് ദർശനം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മകരം 2-ാം തീയതി നമ്മുടെ മണിമണ്ഡപത്തിൽ നിന്നും കർപ്പൂരാഴിത്താലം 18-ാം പടി വരെ ആലങ്ങാട് സംഘം എഴുന്നള്ളിപ്പ് നടത്തും. മകരം 3-ന് രാവിലെ നെയ്യഭിഷേകം, ഉച്ചയ്ക്ക് പന്തീർനാഴി നിവേദ്യം, വൈകിട്ട് അപ്പം മരവണ നേദ്യം. അതിനുശേഷം മകരം 4-ന് ഉപചാരം ചൊല്ലി ആലങ്ങാട് സംഘം അയ്യപ്പനോട് എല്ലാവിധ തെറ്റുകളും പുറത്ത് അടുത്ത വർഷം ചടങ്ങ് നടത്തുന്നതിന് എല്ലാവരും അനുഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ട് ഉപചാരം ചൊല്ലി പിരിയും. ഉപചാരം ചൊല്ലി പിരിയണ ചടങ്ങ് വരെയുള്ള പ്രധാനപ്പെട്ട പല ചടങ്ങുകളും, അതിന് അപ്പം മരവണ, അതിന് വെള്ള നിവേദ്യം, ഈ പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നും വേറെ ഒരു ദേശക്കാരെ അല്ലെങ്കിൽ വേറെ ഭക്തന്മാരെ ആരും പങ്കെടുപ്പിക്കാതെ തന്ത്രി നേരിട്ടാണ് ആലങ്ങാട് യോഗക്കാരെ സഹിതം മാത്രമാണ് ഈ ചടങ്ങുകളിലൊക്കെ, വളരെ വിശിഷ്ടമായ ചടങ്ങുകളിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കുന്നത്. ആലങ്ങാട് സംഘത്തിന് ഏറ്റവും വലിയൊരു സന്തോഷകരമായ ഒരു ദിവസമാണ് മകരവിളക്ക്. ഏതാണ്ട് 65 ദിവസത്തോളം നൊയമ്പെടുത്തിട്ടാണ് ഈ അയ്യപ്പ ഭക്തന്മാർ ശബരിമല പേട്ടതുള്ളലും ശബരിമല മല ചവിട്ടലും എല്ലാം ആരംഭിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങളോടുകൂടിയാണ് ഓരോ പ്രാവശ്യം മലയോട്ടത്തിൽ ഭഗവാനെ നേരിട്ട് കാണാൻ കിട്ടുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ജീവിതത്തിലെന്ന് വിശ്വസിക്കുന്നു. അതിന് ഈ ആലങ്ങാട് സംഘത്തിന് ഒരുപാട് കടപ്പെട്ട് അവരുടെ കൂടെ ഇപ്പോൾ 9-ാമത്തെ വർഷം വന്നു. ഈ മകരവിളക്കിന്റെ ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഈ മകരവിളക്ക് 3 പ്രാവശ്യം തെളിയണത് അയ്യപ്പൻ പുലിവാഹനായിട്ട് വന്ന രൂപമാണ് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ തെളിയുന്നത്. ഞങ്ങൾ അയ്യപ്പൻ്റെ പിതൃസ്ഥാനത്തുള്ളവരാണ്. അപ്പോൾ ഞങ്ങളുടെ പുത്രനെ കാണുന്ന സന്തോഷമാണ്, കാണാണ്ടിരുന്ന് കാണുന്ന ആ സന്തോഷമാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. എന്തായാലും മകരവിളക്കിനായുള്ള കാത്തിരിപ്പിലാണ് ആലങ്ങാട് സംഘവും എല്ലാ അയ്യപ്പ ഭക്തരും. ക്യാമറാമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോ ജോസ് ടി.